നമ്മളെല്ലാവരും ദിവസവും ഏതെങ്കിലും രീതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ബസ്സിലും കാറിലും ബൈക്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏതു നിമിഷവും നമ്മൾ ഒരു അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും വാഹനമിടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ വാഹനാപകടത്തിൽപ്പെട്ട് നമ്മളെ ആശുപത്രിയിൽ എത്തിച്ചാൽ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ എക്സ്റേ, സ്കാനിംഗ്, സർജറി, ICU ചാർജ്, റൂം റെന്റ്, നഴ്സിംഗ് ഫീ, മരുന്നുകൾ, ഫിസിയോതെറാപ്പി തുടങ്ങി സകലതിനും വേണ്ടിവരുന്ന പണച്ചിലവ് വളരെ വലുതാണ്. സാധാരണ സാമ്പത്തിക സ്ഥിതിയുള്ളവർ പണം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടും. മുൻകൂർ പണം കെട്ടിവെക്കാതെ ഇന്ന് ഒട്ടുമിക്ക സ്വകാര്യ ആശുപത്രികളും സർജറി ചെയ്യാൻ പോലും തയ്യാറാകില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാളിന് ഏതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പരിരക്ഷയില്ലെങ്കിൽ യഥാസമയം ചികിത്സ ലഭിക്കാൻ വൈകുകയും അപകടത്തിൽപ്പെട്ടയാളിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. വാഹനാപകടത്തിൽപ്പെടുന്ന സാധാരണക്കാർ നേരിടുന്ന ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം അറിയിച്ചത്. വാഹനാപകടത്തിന് ശേഷം പോലീസിനെ വിവരമറിയിച്ച് 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ ആദ്യ 7 ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. പരമാവധി 1.5 ലക്ഷം രൂപയാണ് അനുവദിക്കുക. വാഹനാപകടമുണ്ടായാൽ ഒട്ടും വൈകാതെ അപകടത്തിൽപ്പെട്ടയാളിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുന്നവരെ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം 5000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുമെന്നും 2025 മാർച്ചോടെ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബസ്സുകൾക്കും ട്രക്കുകൾക്കും പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഡ്രൈവർമാർക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള ഓഡിയോ വാർണിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, മോശം സ്റ്റിയറിംഗ് നിയന്ത്രണം കണ്ടെത്തുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയാണ് നിർബന്ധമാക്കുക.